അപ്പോൾ ഇന്ന് നമ്മുടെ ഓണസദ്യയിലെ രണ്ടാമത്തെ റെസിപ്പിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ സദ്യകൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് കാളൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി കാളനാണ്. അപ്പോൾ കാളനൊക്കെ നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ അറിയായിരിക്കും, എന്നാലും അറിയാത്തവരൊക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ ഇതിനകത്ത് കുറച്ച് ടിപ്സൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓണത്തിന് കാളൻ ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നോക്കിയിട്ട് നിങ്ങൾ കാളൻ റെഡിയാക്കി നോക്കാം. ഇനി ഉണ്ടാക്കാൻ അറിയുന്നവരായിരുന്നാലും നിങ്ങളൊന്ന് കണ്ടു നോക്കാം. ചിലപ്പോൾ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവുമായിരിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സൊക്കെ കിട്ടിയായിരിക്കും. പിന്നെ അപ്പോൾ നമ്മൾ ഓണസദ്യയിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ചെറുപരിപ്പ് പായസത്തിൻ്റെ റെസിപ്പി ആയിരുന്നു. അത് നിങ്ങൾ കുറേ പേരൊക്കെ ഓണത്തിന് ആ പായസം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഈ അപ്ലോഡ് ചെയ്യുന്ന റെസിപ്പികളൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ ഓണത്തിൻ്റെ റെസിപ്പികളൊക്കെ തന്നെ ആയിരിക്കട്ടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിട്ട് സമയങ്ങൾ തന്നെ നമ്മുടെ കാളങ്കറി നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. ഇനി നമ്മുടെ ഓണം സ്പെഷ്യൽ കാളനാണ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാളങ്കറിയിലേക്ക് തേങ്ങ അരയ്ക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ നിങ്ങൾ തേങ്ങ എടുക്കുമ്പോൾ മുഴുവനായിട്ടുള്ള തേങ്ങ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെറിയ തേങ്ങയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തേങ്ങ ഫുള്ളായിട്ട് എടുക്കുക. വലിയ തേങ്ങയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തേങ്ങയുടെ ഒരു 3/4 ഭാഗം എടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ ഫ്രോസൺ തേങ്ങയാണ് വാങ്ങണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 250 ഗ്രാം തേങ്ങ എടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 250 ml മെഷറിംഗ് കപ്പിൽ അറിയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതും കൂടിയിട്ട് കാണിക്കാം. അപ്പോൾ ഇത് 400 ഗ്രാമിൻ്റെ പാക്കറ്റായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരു 3/4 ഭാഗം തേങ്ങയാണ് ഞാൻ എടുത്തത്. അപ്പോൾ അത് 250 ഗ്രാം തേങ്ങ. അപ്പോൾ മെഷറിംഗ് കപ്പിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേനെ. അപ്പോൾ ഇത് അരച്ചെടുക്കാനുള്ള മിക്സിയിലേക്കാണ് ഞാൻ ഇടുന്നത്. 1 കപ്പ് അപ്പോൾ 250 ml മെഷറിംഗ് കപ്പിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2.25 കപ്പ് തേങ്ങ എടുക്കുക. അപ്പോൾ തേങ്ങ ഒരു ഇച്ചിരി കൂടിയാലും ഒരു ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല, ഒരു ഏകദേശം അളവിൽ എടുക്കുക. ഈ തേങ്ങ നമ്മൾ അരച്ചിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ചെറിയ ജീരകവും കൂടിയിട്ട് ചേർക്കും. ചെറിയ ജീരകം ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകമാണ് ചേർക്കുന്നത് കേട്ടോ. ഇതേപോലെ ഇങ്ങനെ വടിച്ചിട്ടല്ല എടുത്തേക്കുന്നത്, ഇതേപോലെ ഇങ്ങനെ നിറച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ജീരകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുമിൻ സീഡ്സ് വലിയ ടൈപ്പ് ജീരകമല്ല, നമ്മൾ എന്താ പറയുക കറിയിലേക്ക് അരച്ച് ചേർക്കുന്ന ജീരകം. ഇനി ഞാനിതിലേക്ക് ഒരു 2 പച്ചമുളകും ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. നല്ല എരിവുള്ള പച്ചമുളകൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം ചേർത്താൽ മതി. ഇതിനിപ്പോൾ അത്രയ്ക്കാണ്ട് എരിവില്ല. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങ നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടില്ല. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് തേങ്ങ അരച്ചിട്ടെടുക്കുക. ഇപ്പോൾ നിങ്ങൾ ഫ്രോസൺ തേങ്ങയൊക്കെയാണ് എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ അത് പുറത്ത് വെച്ചിട്ട് തണുപ്പ് മാറ്റിയിട്ട് നമ്മൾ തേങ്ങ അരച്ചിട്ടെടുക്കുക. അല്ലെങ്കിൽ തണുപ്പോട് കൂടിയിട്ട് തേങ്ങ അരച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ കൊണ്ട് ശരിക്കും അരഞ്ഞു കിട്ടില്ല. അല്ലെങ്കിൽ ഒരു ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് തേങ്ങ അരച്ചിട്ടെടുക്കുക. അപ്പോൾ ഈ തേങ്ങ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചേർക്കുക. അപ്പോൾ ഞാനിവിടെ ഫ്രോസൺ തേങ്ങയാണ് എടുത്തിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ, പക്ഷേ നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല ഫ്രോസൺ തേങ്ങയ്ക്ക്. അപ്പോൾ ഞാൻ ഇതിലേക്ക് നോക്കിക്കേ, ഇത് ഇത്രയ്ക്ക് കശുവണ്ടിയും കൂട്ടിയിട്ട് ചേർക്കുന്നുണ്ട്. ഈ കശുവണ്ടി ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല. സാധാരണ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കുന്ന കാളങ്കറിയിൽ കശുവണ്ടി ചേർത്തിട്ട് അരക്കില്ല. പക്ഷേ ഇത് ഫ്രോസൺ തേങ്ങ ആയതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ് എടുക്കാറ്. പക്ഷേ ഫ്രോസൺ തേങ്ങ ഞാൻ അരയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കുറച്ച് കശുവണ്ടിയും കൂടിയിട്ട് ചേർക്കാറുണ്ട്. ഇത് ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് ചേർക്കരുത്, കുറച്ച്. ഇതിലേക്ക് വെള്ളം ചേർക്കുക. ഒരുപാട് വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ തേങ്ങ അരഞ്ഞു കിട്ടില്ല. നമ്മൾ തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് അരച്ചിട്ട് എടുക്കണ പോലെ ആയിപ്പോവും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് അരയ്ക്കുക. നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് എടുക്കുക. ഇനി നമുക്ക് കാളങ്കറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത്തക്കായാണ് എടുക്കുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഞാനിവിടെ എടുത്തേക്കണ ഏത്തക്കായ വലിയ ഏത്തക്കായാണ്. അപ്പോൾ നമ്മുടെ നാടൻ ഏത്തക്കായൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്ക് വലിപ്പം ഉണ്ടാവില്ല. അപ്പോൾ ഒരു 2 നാടൻ ഏത്തക്കായ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഏത്തക്കായ എടുക്കുക. ഇതിപ്പോൾ കുറച്ച് വലിയ ഏത്തക്കായ ആയതുകൊണ്ട് ഞാനൊരു 1.5 ഏത്തക്കായാണ് എടുക്കുന്നത്. ഇനി നമ്മൾ കാളന് ഏത്തക്കായ കട്ട് ചെയ്യുമ്പോൾ അത് കട്ട് ചെയ്യുന്നതിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇതേപോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്യരുത്, പതുക്കെ ഒന്ന് ചെരിച്ചിട്ട് കട്ട് ചെയ്യുക. ഇങ്ങനെ ഈ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏത്തക്കായയുടെ കൂടെ ഒരു ചെറിയ കഷ്ണം ചേനയും കൂട്ടിയിട്ട് ചേർക്കാം. ഇപ്പം എൻ്റെ അടുത്ത് ചേനയില്ല, അപ്പോൾ അതുകൊണ്ടാണ് ചേന ചേർക്കാത്തത്. ചേന ചേർത്തില്ലെങ്കിലും നമ്മുടെ കാളങ്കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ ഏത്തക്കായ തന്നെ ചേർത്തിട്ടും കാളൻ വയ്ക്കും. ചിലർ ഏത്തക്കായയുടെ കൂടെ ഒരു ചെറിയ കഷ്ണം, ഒരുപാട് വലിയ കഷ്ണമൊന്നും ആവശ്യമൊന്നുമില്ല, ഒരു കുഞ്ഞു കഷ്ണം, എന്താ ഇത്രയ്ക്കുള്ള ഒരു കഷ്ണം. അപ്പോൾ ഏത്തക്കായ കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു
മൺകലത്തിലാണ് ഇടുന്നത്. മൺകലം തന്നെ വേണമെന്ന് നിർബന്ധമല്ല കേട്ടോ. സാധാരണ ഈ മോര് വെക്കുന്ന കറിയിൽ നമ്മൾ വേറെ ഏതെങ്കിലും കറികളൊക്കെ വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കലം പെട്ടെന്ന് പൊട്ടൽ വീഴും. അപ്പോൾ ഈ കാളൻ വെക്കണ ആ മൺകല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കലത്തിൽ തന്നെ വെക്കുക. പിന്നെ നമ്മൾ മീൻ കറിക്ക് വെക്കുന്ന കലത്തിലേക്കും ഈ മോരൊഴിച്ചുള്ള കറികൾ വെക്കാണ്ടിരിക്കുന്നത് നല്ലത്. അല്ലെങ്കിൽ ഇപ്പോൾ മൺചട്ടി തന്നെ വേണമെന്നില്ല, ഇഷ്ടമുള്ളതിൽ വെക്കാം. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 5 പച്ചമുളകാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം, കാരണം പല പച്ചമുളകിനും പല എരിവായിരിക്കുമല്ലോ. ഇനി മഞ്ഞൾപ്പൊടി ഞാൻ 1 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. മുളക് പൊടി ഒരുപാട് ചേർക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. വെറുതെ ഒരു കളറിന് മാത്രം. എന്നാൽ മുളകിൻ്റെ ആ ചുവന്ന കളറ് ഒട്ടും വരെയും ചെയ്യരുത്. കളങ്കറിയൊക്കെ ആകുമ്പോൾ ഒരു മഞ്ഞ കളർ വേണമല്ലോ. അപ്പോൾ ഞാൻ 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. മുളക് പൊടി ചേർക്കുക. കുരുമുളകൊക്കെ ഫ്രഷ് ആയിട്ട് പൊടിച്ചതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലത്. അപ്പോൾ കുരുമുളക് പൊടി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. കാളങ്കറിയിൽ കുറച്ച് കുരുമുളക് പൊടി കുറച്ച് കൂടി നോട്ടെ. പക്ഷേ കാളങ്കറി റെഡിയായി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ കുരുമുളകിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. കറിവേപ്പില ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഫസ്റ്റ് നമുക്ക് കായ വേവിച്ചിട്ട് എടുക്കുക. ഇത്രയ്ക്ക് വെള്ളമാണ് ചേർത്തത്. ഇത് നമ്മൾ അടുപ്പത്തേക്ക് വെക്കാണ്. അപ്പോൾ ഈ കായ വെന്ത് വരുന്ന സമയം കൊണ്ട് ഞാൻ തേങ്ങ നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് എടുക്കട്ടെ. അപ്പോൾ നമ്മുടെ കായ വേവണ സമയം കൊണ്ട് ഞാൻ നമ്മുടെ ഈ കായയുടെ തൊണ്ടുണ്ടല്ലോ, ഈ കായയുടെ തൊണ്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു മെഴുക്ക് വരട്ടി പോലെ റെഡി ആക്കിയിട്ട് എടുക്കാം. ഞാനിവിടെ നമ്മൾ ബാക്കി ഒരു ഏത്തക്കായ വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതും കൂടിയിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കണുണ്ട്. അല്ലെങ്കിൽ ഈ തൊണ്ട് മാത്രം നമ്മൾ ഉപ്പേരി വെച്ചാലും മെഴുക്ക് വരട്ടി വെച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്ത് സാധനം നമ്മളിങ്ങനെ പകുതി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കും, പിന്നെ അവിടെ ഇരുന്നിട്ട് നാശം. അപ്പോൾ നമ്മുടെ ഏത്തക്കായ വെന്തണ്ടോ നോട്ടെ. അപ്പോൾ കായ വെന്തിട്ടുണ്ട്. കായ വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കറിയിൽ നോക്കിയതാ ഇത്രയ്ക്ക് ചാറ് മതി കേട്ടോ. ഭയങ്കരമായിട്ട് വെള്ളം പോലെ ഇരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കായ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടും വെള്ളം ഭയങ്കര കൂടുതലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തുറന്ന് വെച്ചിട്ട് കുറച്ച് വെള്ളം ഒന്ന് വറ്റിക്കുക. ഇതിപ്പോൾ കറക്റ്റ് പാകമാണ്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തേങ്ങ ചേർക്കാണ്. തേങ്ങ ചേർത്തിട്ട് നമ്മൾ തേങ്ങയുടെ കൂടെ ഇട്ടിട്ട് കറി ഒന്നുകൂടി നന്നായിട്ടൊന്ന് തിളപ്പിക്കും. ഒന്നുകൂടി നന്നായിട്ട് ആ തേങ്ങ ഒന്ന് വെന്ത് വരണം. അപ്പോൾ ഇത്രയ്ക്ക് ചാറ് വേണം കേട്ടോ കറിയിലെ. എങ്ങനെ ഒട്ടും ചാറില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ അരച്ചത് നമ്മളിതിപ്പോൾ ചേർക്കാൻ വേണ്ടിയിട്ട് പോകണം. തേങ്ങ അരച്ചത് ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതനുസരിച്ചിട്ട് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ തേങ്ങ ഇതേപോലെ ഇങ്ങനെ നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് എടുക്കണം. കാളങ്കറിയുടെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങ നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് ചേർക്കണ്ട. നന്നായിട്ട് അരിഞ്ഞില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവും. ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് ജാറിൽ ഒഴിച്ചിട്ട് ചേർക്കണം കേട്ടോ. കാരണം കാളങ്കറി ആകുമ്പോൾ ഭയങ്കര വെള്ളം പോലെ ഇരിക്കരുത്. ഭയങ്കര വെള്ളം പോലെ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി പുളിശ്ശേരി ആയി പോവും. പിന്നെ ഭയങ്കര തിക്കായിട്ടിരിക്കുകയും ചെയ്യരുത്. ഈ കറിയുടെ ഉപ്പ് നോക്കിയിട്ട് കറിക്ക് ഉപ്പ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കുക. ഇനി നമ്മുടെ ഈ കറി നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ആ തേങ്ങയുടെ ആ ഒരു ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, ആ ടേസ്റ്റ് ഒന്ന് പോകണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിലേക്ക് തൈര് ചേർക്കാൻ വേണ്ടിയിട്ട്. തൈര് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല പുളിയുള്ള തൈര് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങുന്ന തൈരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ തൈരിന് പുളി ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ അത് ഫ്രിഡ്ജിൽ വയ്ക്കാണ്ട് പുറത്ത് തന്നെ വയ്ക്കുക. ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഡബയിലായിരിക്കും മിക്കപ്പോൾ നമുക്ക് തൈര് കിട്ടാമല്ലോ. അപ്പോൾ ആ തൈര് ആ പ്ലാസ്റ്റിക് ഡബയിൽ നിന്ന് മാറ്റിയിട്ട് ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് ഒരു 2 അല്ലെങ്കിൽ ഒരു 3 ദിവസം പുറത്ത് തന്നെ വയ്ക്കുക. തൈര് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നാശമൊന്നും ആവില്ല. നമ്മളതിനകത്ത് സ്പൂൺ വന്നിട്ട് ഇളക്കാണ്ടിരുന്നാൽ മതി. അപ്പോൾ തൈര് പുറത്ത് ഇരുന്ന് കഴിയുമ്പോൾ നന്നായിട്ട് പുളിക്കും. അതിന് അത്യാവശ്യം നല്ല പുളി വേണം. അപ്പോഴായിരിക്കും നമ്മുടെ കാളും കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നന്നായിട്ട് കൂട്ടി വയ്ക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഏത്തക്കായ ആയതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കും. നമ്മൾ തേങ്ങയും കൂടി ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. വലിയ ബർണറൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീ ഒന്നും കൂടി ഒന്ന് കുറച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ കറി ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ നേരം ഇട്ടിട്ട് തിളപ്പിക്കണ്ടേ. ഏത്തക്കായ പെട്ടെന്ന് അടി പിടിക്കും കേട്ടോ, പ്രത്യേകം ശ്രദ്ധിച്ചു. ഇതിലേക്ക് നമ്മൾ തൈര് ചേർക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഞാൻ തൈര് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. മൺചട്ടിയാണല്ലോ, മൺചട്ടിക്ക് ചൂട് അത്യാവശ്യം നന്നായിട്ട് നിൽക്കുക. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് തൈര് ചേർക്കുന്നത്. സാധാരണ നിങ്ങൾ
മൺചട്ടി അല്ലാണ്ട് സാധാരണ പാനിലേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്യേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ ഒഴിച്ചിട്ട് തൈര് ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ വഴിക്ക് തന്നെ തീ ഓഫ് ചെയ്യുക. പിന്നെ നമ്മൾ കറി തിളയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. മൺചട്ടിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്തിട്ട് ചേർത്താൽ മതി. കാരണം തീ ഓഫ് ചെയ്താലും നല്ല ചൂടിൽ നിൽക്കും. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി തൈര് ചേർക്കാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ കുറച്ച് തൈര് ചേർക്കാണ്. എൻ്റെ തൈരിന് നല്ല പുളിയുണ്ട്. ഞാൻ 2 ദിവസം മുമ്പ് ഇവിടെ ഒറൊഴിച്ച തൈരാണ്, അതുകൊണ്ട് നല്ല പുളിയുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നല്ല കട്ട തൈരാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ തൈരൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഭയങ്കര വെള്ളം പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ തൈര് ചേർക്കാം. അപ്പോൾ അങ്ങനത്തെ തൈരൊക്കെ ആകുമ്പോൾ പിന്നെ നമുക്ക് ഒരുപാട് ചേർക്കേണ്ട ആവശ്യമുണ്ടാവില്ല, നല്ല പുളിയുണ്ടാവും. ഞാൻ കറിയുടെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഇനി നമ്മുടെ കറിയിലേക്ക് നമുക്ക് വറവ് ഇടണം. അപ്പോഴായിരിക്കും നമ്മുടെ കാളൻ കറിയുടെ ശരിക്കുള്ളൊരു ഭംഗി വരാം. ഇപ്പോൾ അത്രയ്ക്കാണ്ട് ലുക്ക് വന്നിട്ടില്ല. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോട്ടെ, ഉപ്പൊക്കെ ഉണ്ടോ നോട്ടെ. ഉപ്പൊക്കെ നല്ല കറക്റ്റ് പാകമാണ്. കറിയിലേക്ക് വറവിടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുക. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നമ്മുടെ വെളിച്ചെണ്ണയുടെ മണമൊക്കെ വരും. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ കടുക് പൊട്ടിക്കുകയാണ്. കടുക് ഞാനൊരു 1.5 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്, ടേബിൾ സ്പൂണിലല്ല. 1/2 ടീസ്പൂൺ ഉലുവ. തീ നന്നായിട്ട് കുറച്ച് വെച്ചാൽ അല്ലെങ്കിൽ കരിയും. ഇതിലേക്ക് നമുക്ക് ഉണക്കമുളക് ചേർക്കാം. അടുത്തത് കറിവേപ്പില. പൊട്ടന്ത് കാണാനുള്ള ഭംഗിയുടെ എല്ലാവർക്കും തെറിച്ചിട്ടുണ്ട്. പിന്നെ തുടക്കൽ വലിയൊരു പണിയാണ്. ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ചേർക്കുക. അപ്പോൾ നമ്മൾ ഈ താളിച്ച് ചേർക്കണമെങ്കിൽ നല്ലൊരു മണം കിട്ടും. ഇത് ചൂടോട് കൂടി തന്നെ നമ്മുടെ കറിയിലേക്ക് ചേർക്കാം. നമുക്ക് കറി ചൂടോട് കൂടിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ഏത്തക്കായയുടെ തൊണ്ട് വെച്ചിട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ വെച്ച് പാൻ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്തു. മെഴുക്കുവരട്ടിയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെളിച്ചെണ്ണ ചേർക്കണം. അപ്പോഴായിരിക്കും നമ്മുടെ മെഴുക്കുവരട്ടിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അല്ലെങ്കിൽ മെഴുക്കുവരട്ടി ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മളതിലേക്ക് കടുക് ചേർത്തു. കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ വെളുത്തുള്ളി ചതച്ചതും പിന്നെ സവോളയും പിന്നെ ചതച്ചെടുത്തേക്കണ ഉണക്കമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി. അത് നന്നായിട്ട് വഴന്ന് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തു. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. അപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ച കുത്തുണ്ടല്ലോ, അതൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് നമ്മളതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കണം നമ്മുടെ ഏത്തക്കായയുടെ തൊണ്ട് ചേർത്തു. തൊണ്ട് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കി. ഇനി ഇതിലേക്ക് നമ്മൾ സെപ്പറേറ്റ് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളം ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതായാണ്ട് കുഴഞ്ഞു പോകും. പിന്നെ നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തേക്കണത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യും. ഇനി നമ്മൾ തീ കുറച്ച് വെക്കണം കേട്ടോ. തീ ഒരുപാട് കൂട്ടി വെക്കരുത്. തീ കൂട്ടി വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും. അങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് മൂടി വയ്ക്കാം. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് ഇടയ്ക്ക് നമ്മൾ ഇളക്കി ഇട്ട് കൊടുക്കണം. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഏത്തക്കായയുടെ തൊണ്ടും കൊണ്ടുള്ള മെഴുക്ക് വരട്ടി റെഡിയായി. ഞാൻ നോക്കിക്കേ. അപ്പോൾ നമ്മുടെ കാളൻ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ താളിച്ച് ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു കറിവേപ്പിലേക്ക് ഇട്ടിട്ടൊന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കാളൻ കറി. ഇതിനകത്ത് കായ എവിടെ നോക്കട്ടെ. അപ്പോൾ ഓണത്തിന് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടം. അപ്പോൾ തൈര് ചേർക്കുമ്പോൾ നല്ല പുളിയുള്ള തൈര് ചേർക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് നാളെ വേറൊരു പുതിയ റെസിപ്പി ആയിട്ട് വരാം കേട്ടോ.